സങ്കീർത്തനം 107:10. ദൈവത്തിൻ്റെ ആലോചനകളോട് മത്സരിക്കുകയും അത്യുന്നതൻ്റെ ആലോചനയെ നിരസിക്കുകയും ചെയ്തിട്ട് ഇരുളിലും അന്ധതമസിലും ഇരുന്നു. സർവശക്തനായ ദൈവത്തോട് മത്സരിക്കുകയും ഈ ദൈവത്തെ നിരസിച്ച് കളയുകയും ചെയ്യുന്നവർക്കുള്ളത് ഇരുളും മരണനിഴലുമാണ് എന്ന് ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാകുന്നു. എബ്രായർ 4:12 ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യവും നൽകുന്നതാണ്. അത് ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. ഈ വചനം നമ്മെ സൂക്ഷ്മമായി ശോധന ചെയ്യുന്നതാണ്. സങ്കീർത്തനം 119:105 അത് നമ്മെ വഴി നടത്തുന്നതാണ്. കാലിന് ദീപം തരും, പാതയ്ക്ക് പ്രകാശവും തരുന്നതാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. അതിൻ്റെ വഴിയിൽ നടന്നാൽ ഒരിക്കലും നമുക്ക് വഴിതെറ്റുകയോ ഇടറി വീഴുകയോ ചെയ്യുവാനിടയാകുന്നില്ല. എന്നാൽ വചനത്തോട് മത്സരിക്കുന്നവർ കഷ്ടതകളിലും പാപത്തിൻ്റെ അടിമത്തത്തിലും അകപ്പെട്ട് ഇരുളിൻ്റെ സ്വാധീനത്തിലായിത്തീരുന്നു. അവരുടെ ജീവിതത്തിൽ നിന്ന് ദൈവസാന്നിധ്യം നഷ്ടപ്പെടുന്നു. സ്വന്തം കഴിവ് കൊണ്ടോ അറിവ് കൊണ്ടോ ഒന്നും നമുക്ക് ഈ അവസ്ഥയിൽ നിന്ന് പുറത്തു വരുവാൻ സാധിക്കുന്നില്ല. ദൈവാത്മാവ് തന്നെ നമ്മെ സഹായിക്കണം. അത്യുന്നതൻ്റെ ആലോചനയെ നിരസിക്കുന്നവർക്കുള്ളത് ഇരുളും മരണനിഴലിൻ താഴ്വരയുമാണ്. മത്സരിക്കുന്നതും എതിർത്തു നിൽക്കുന്നതും ദൈവീകമായ സ്വഭാവവിശേഷങ്ങൾ അല്ല. അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലത് എന്ന് 1 ശമൂവേൽ 15:22 പറഞ്ഞിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിന് വേണ്ടിയതെല്ലാം നൽകുന്നത് ഈ വചനമാണ്. വചനം ദൈവം തന്നെയാണ്. ഇതിൻ്റെ വഴിയിൽ നാം സഞ്ചരിച്ചാൽ നാം ഒരിക്കലും വെളിച്ചം നഷ്ടപ്പെട്ടവരെ പോലെ ഇരുട്ടിൽ തപ്പിത്തടയില്ല. മത്സരവും അനുസരണക്കേടും കാണിച്ച ജനം എല്ലാ കാലവും ദൈവകോപത്തിന് അധീനരായിട്ടുണ്ട്. ലൂക്കോസ് 7:30 പരീശന്മാരും ശാസ്ത്രിമാരും ദൈവത്തിൻ്റെ ആലോചന തങ്ങൾക്ക് വൃഥാവാക്കി കളഞ്ഞു എന്ന് പറഞ്ഞിരിക്കുന്നു. എന്നാൽ ഇങ്ങനെ സ്വന്തം ആലോചന കൊണ്ടും മത്സരം കൊണ്ടുമൊക്കെ ദൈവത്തിൽ നിന്ന് അകന്നു പോയവർക്ക് ക്രിസ്തു ഇന്നും വെളിച്ചമായി മുൻപിലുണ്ട്. യെശയ്യാവ് 9:2 ഇരുട്ടിലിരുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. അന്ധതമസ്സുള്ള ദേശത്ത് പാർത്തവരുടെ മേൽ പ്രകാശം ശോഭിച്ചു എന്നെഴുതിയിരിക്കുന്നു. അന്ധകാരത്തിൽ നിന്ന് അത് അത്ഭുത പ്രകാശത്തിലേക്ക് കൊണ്ടുവരുവാൻ ഈ വചനം നമ്മെ സഹായിക്കുന്നു. ക്രിസ്തുവാണ് ലോകത്തിൻ്റെ വെളിച്ചം. നമ്മെക്കൊണ്ട് മത്സരിപ്പിക്കുന്ന ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് നമുക്ക് സ്വാതന്ത്ര്യം പ്രാപിച്ച് സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിലായിത്തീരാം. പ്രാർത്ഥിക്കാം. പ്രിയപിതാവേ, ദൈവവചനമനുസരിച്ച് വചനത്തിൻ്റെ വെളിച്ചത്തിൽ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. God bless us all.